ആനകളെ പീഡിപ്പിക്കുന്ന രീതിയിൽ എഴുന്നള്ളിപ്പ് നടത്തി ധനസമ്പാദനം നടത്തിയിരുന്ന കേരള ഉത്സവ മാഫിയനെ നഷ്ടല്ലൊടിച്ച് അറബിക്കടലിൽ കെട്ടിത്താത്തുന്ന തരത്തിലുള്ള സുപ്രധാന ഹൈക്കോടതി വിധി 2024 നവംബർ 13 പുറത്തു വന്നിട്ട് ഇന്ന് 19 ദിവസം തികയുന്ന സുദിനമാണ്. ഇന്നത്തെ ദിവസമാണ് ഹിന്ദു ദിനപത്രത്തിൽ ഒരു പ്രധാന വാർത്തയുണ്ട്. അതായത് 2003 നാട്ടാന പരിപാലന നിയമം ഉണ്ടാക്കിയിട്ട് അതിനെ 2012 പല്ലും നഖവും ഇല്ലാതാക്കി മാറ്റി. പിന്നീട് ഉത്സവ മാഫിയയ്ക്ക് ആനകളെ ഏതു തരത്തിലും പീഡിപ്പിക്കാവുന്ന രീതിയിലൊരു നിയമം നിലനിൽക്കുന്ന സമയത്ത് അതിനെ മാറ്റി പുതിയൊരു പല്ലും നഖവുമുള്ള നാട്ടാന പരിപാലന നിയമം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം പൊതുജനങ്ങളിൽ നിന്നുണ്ടായപ്പോൾ അതിന് 2023 നാട്ടാന പരിപാലന നിയമം എന്ന് പേരിട്ടിട്ട് അത് ഇന്ന് വരെ അതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ നടപടിക്കെതിരെ ഈ സുപ്രധാന കോടതി വിധി പ്രവർത്തിച്ചതിനാൽ ഈ 2023 നാട്ടാന പരിപാലന നിയമം എന്നുള്ളതിൻ്റെ കരട് ഈ 2024 ഡിസംബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. സർക്കാർ തീരുമാനിച്ചതിനെ കുറിച്ചിട്ടാണ് ആ വാർത്തയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാന സംഗതി എന്താ വെച്ചാൽ അതിഭീകരമായിട്ടുള്ള വേദന ഏൽക്കുന്ന രീതിയിൽ ഉത്സവ മാഫിയ അടക്കമുള്ളവർ പീഡിപ്പിക്കുന്ന ആനകളെ നിയമപ്രകാരം ദയാവധത്തിന് വിധേയമാക്കാനായിട്ടുള്ള പ്രൊവിഷൻസും ആ നിയമത്തിലുണ്ട് എന്നുള്ളത് ആനപീഡനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ധൈര്യവും ഉശിരും പകരുന്നതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നാട്ടുകാർക്ക് സമർപ്പിക്കാം.